കേട്ടെറ്റ് നിർബന്ധമാക്കിയ ഉത്തരവ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. മന്ത്രി വി ശിവൻകുട്ടി പറയുന്നു, സുപ്രീം കോടതിയുടെ കേട്ടെറ്റ് ഉത്തരവിനെതിരെ റിവ്യൂ പെറ്റീഷൻ പോകും. കേട്ടെറ്റ് എക്സാം എഴുതാൻ ജനുവരി 31 വരെ അപേക്ഷ സമർപ്പിക്കാം. കേട്ടെറ്റ് ഉത്തരവ് ഇന്നലെ സർക്കാർ ഇറക്കിയ ഉത്തരവ് മരവിപ്പിച്ചിരിക്കുന്നുവെന്ന വാർത്ത വരുന്നു. റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട് നമ്മൾ തന്നെ ഈ വാർത്ത നൽകിയിരുന്നതാണ്. കേട്ടെറ്റ് നിർബന്ധമാക്കിയ ഉത്തരവ് ഇപ്പോൾ മരവിപ്പിച്ചു എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. കേട്ടെറ്റ് എക്സാം എഴുതാൻ ജനുവരി 31 വരെ അപേക്ഷ സമർപ്പിക്കാം. 40,000-ഓളം അധ്യാപകരെ ബാധിക്കും. ഈ സുപ്രീം കോടതിയുടെ തീരുമാനത്തിൽ റിവ്യൂ പെറ്റീഷൻ ഉടൻ നൽകും എന്നാണ് അറിയിക്കുന്നത്. ഉത്തരവ് മനസ്സിലാക്കാതെ ആണ് ചില പ്രതിഷേധങ്ങൾ ഉയർന്നത്. ഇന്നലെ CPIയുടെ AKSTU എന്ന സംഘടന വലിയ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ പ്രമോഷനു വേണ്ടി പോലും നിലവിൽ കേട്ടെറ്റ് വേണം എന്നുള്ളതാണ്. മാത്രമല്ല UGC ആണെങ്കിലും നെറ്റ്, PhD, JRF ഇവയൊക്കെയുള്ളവരെ പോലും കേട്ടെറ്റ് പരീക്ഷയിൽ നിർബന്ധമാക്കിയ ഉത്തരവ് ഇന്നലെ പുറത്തിറങ്ങിയിരുന്നു. അധ്യാപക സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് പ്രമോഷന് വേണ്ടി പരിഗണിച്ചിരുന്ന കേട്ടെറ്റ് ഉത്തരവ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുകയാണ് സർക്കാർ. അധ്യാപക നിയമനത്തിനും സ്ഥാനക്കയറ്റത്തിനും കേട്ടെറ്റ് നിർബന്ധമാക്കിയ സർക്കാർ ഉത്തരവ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നു. ഉത്തരവ് ബാധിക്കുക 40,000-ഓളം അധ്യാപകരെയായിരുന്നു. ഗോപാലുണ്ട് നമുക്കൊപ്പം. ഗോപാൽ, കേട്ടെറ്റ് ഒരുപാട് ആശങ്കയുണ്ടാക്കിയതാണ്. ഇപ്പോൾ ഇന്നലെ ഇറക്കിയ സർക്കാരിന്റെ ഉത്തരവാണ് പിൻവലിപ്പിച്ചിരിക്കുന്നത്. അതേസമയം സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ പോകണം. റിവ്യൂ പെറ്റീഷൻ കൊടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 40,000-ഓളം അധ്യാപകരെ ബാധിക്കുന്ന വിഷയമാണ്. സംസ്ഥാന സർക്കാർ മാത്രം വിചാരിച്ചാൽ തീരുന്ന കേസല്ല. പക്ഷേ എങ്കിലും സമ്മർദ്ദത്തെ തുടർന്ന് ഇന്നലെ ഇറക്കിയ ഉത്തരവ് പിൻവലിച്ചിരിക്കുകയാണോ? അതെ ഡോക്ടർ അരുൺ, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ജനുവരി 1-ാം തീയതി ഇറക്കിയ ഏറ്റവും പുതിയ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് തീരുമാനമെടുത്തിരിക്കുന്നു എന്ന കാര്യമാണ് വിദ്യാഭ്യാസ വി ശിവൻകുട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഈ ഉത്തരവ് ഇറങ്ങിയതിന് പിന്നാലെ തന്നെ വലിയ തരത്തിലേക്കുള്ള ആശങ്കകളും അഭിപ്രായ ഭിന്നതകളും അസ്വസ്ഥതകളും എല്ലാം തന്നെ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇടത് അധ്യാപക സംഘടനകളാണ് ഇതിൽ ആദ്യം രംഗത്ത് വന്നതെന്ന് എടുത്തു പറയേണ്ടതായിട്ടിരിക്കുന്നു. CPI അധ്യാപക സംഘടനയായ AKSTU, പ്രതിപക്ഷ അധ്യാപക സംഘടന KPST, ഏറ്റവും അവസാനം ഇന്നലെ KSTയെ പോലും മന്ത്രിക്ക് നിവേദനം നൽകുന്ന തരത്തിലേക്ക് ഈ വിഷയം ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അധ്യാപകർക്ക് അവസരം നൽകണം. ഇത് 40,000-ലധികം വരുന്ന അധ്യാപകരെ സൂചിപ്പിച്ചുകൊണ്ട് നിവേദനം നൽകിയിരുന്നു. ഇതിൽ പ്രധാനമായും ഈ അധ്യാപകരുടെ സ്ഥാനക്കയറ്റത്തെയും അതോടൊപ്പം തന്നെ അധ്യാപകരുടെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരുടെ നിയമനത്തെയും ബാധിക്കുന്നതായിരുന്നു ഈ കേട്ടെറ്റിലെ ഏറ്റവും പുതിയ ഉത്തരവ്. നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ ഇളവുകളും ഒഴിവാക്കി പൂർണ്ണമായും സുപ്രീം കോടതി വിധിയോട് വിധേയപ്പെട്ടുകൊണ്ട് പുറത്തിറക്കി. അതേസമയം തന്നെ ഇതിൽ പ്രധാനമായും ഉയർന്നു വന്ന വിമർശനം സുപ്രീം കോടതി ഉത്തരവിനെ നഖശികാന്തം എതിർക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പലതവണ വാർത്താ സമ്മേളനത്തിലും അല്ലാതെയും പറയുകയും റിവ്യൂ പെറ്റീഷൻ ഹർജി നൽകുമെന്ന് അറിയിക്കുകയും ചെയ്തതിനു ശേഷവും സുപ്രീം കോടതി വിധി അംഗീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു ഉത്തരവിറക്കുന്നു. ഇപ്പോൾ ഏത് തരത്തിലാണ് ഇത് മുന്നോട്ട് പോകേണ്ടത് എന്ന കാര്യത്തിൽ അധ്യാപകർക്കോ ഉദ്യോഗാർത്ഥികൾക്കോ ജീവനക്കാർക്കോ വ്യക്തതയില്ലാതെയാകുന്നു. ആ ഘട്ടത്തിലാണ് ഈ പ്രശ്നപരിഹാരം എന്ന തരത്തിലേക്ക് ഏറ്റവും അവസാനമായി ഇറങ്ങിയ ഉത്തരവ് റദ്ദാക്കിയിരിക്കുന്നത്. ഏകദേശം 4ഓളം ഉത്തരവുകളാണ് ഈ കേട്ടെറ്റിന്റെ യോഗ്യതയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇതുവരെ ആ ഉത്തരവുകളെല്ലാം ഖണ്ഡിക്കുന്ന തരത്തിലായിരുന്നു ജനുവരി 1-ാം തീയതി ഇറക്കിയ ഉത്തരവ്. ആ ഉത്തരവ് പ്രകാരം സ്ഥാനക്കയറ്റം നേടണമെങ്കിൽ ഹൈസ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറി അധ്യാപകരായി ബൈ ട്രാൻസ്ഫർ സ്ഥാനക്കയറ്റം നേടണമെങ്കിലും ഹൈസ്കൂൾ അധ്യാപകർക്ക് പ്രധാനാധ്യാപകരായി സ്ഥാനക്കയറ്റം നേടണമെങ്കിലും എല്ലാ തരത്തിലും കേട്ടെറ്റ് യോഗ്യത ഉറപ്പായും ഉണ്ടാകണം എന്നതായിരുന്നു ഒരു വ്യവസ്ഥ. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഉയർന്ന യോഗ്യത ഉള്ളവരാണെങ്കിൽ, അതായത് സെറ്റും നെറ്റും MPhilഉം PhD അടക്കമുള്ള ഉയർന്ന യോഗ്യതകൾ ഉള്ള അധ്യാപകരാണ് എങ്കിൽ പോലും നമുക്കറിയാം സെറ്റ് ഹയർ സെക്കൻഡറി അധ്യാപകരാകുന്നതിനും നെറ്റ് കോളേജ് അധ്യാപകരാകുന്നതിനും വേണ്ടി യോഗ്യതാ പരീക്ഷയാണ്. ആ യോഗ്യതകളെല്ലാം തന്നെ ഉണ്ട് എങ്കിൽ പോലും ആ യോഗ്യതകളൊന്നും പോരാ. ആ യോഗ്യതകൾ മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്കൂൾ അധ്യാപകരാകാൻ കഴിയുകയില്ല. പകരം കൃത്യമായിട്ട് തന്നെ കേട്ടെറ്റിന്റെ കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 എന്നീ യോഗ്യതകളിൽ ഉണ്ടായിരിക്കണം എന്നതായിരുന്നു വ്യവസ്ഥ. ഈ വ്യവസ്ഥ വന്നതോടുകൂടി തന്നെ നിലവിൽ ജോലി ചെയ്യുന്നവരായിട്ടുള്ളവർക്കും അതോടൊപ്പം തന്നെ ഇനി അധ്യാപക റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും എന്തിനേറെ പറയുന്നു, ഇപ്പോൾ അപേക്ഷ സമർപ്പിച്ച് പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്നവർക്ക് പോലും വലിയ തരത്തിൽ ആശങ്കയുണ്ടാക്കും. അവരുടെ ഭാവി അവതാളത്തിലേക്കും തുലാസിലേക്കും തള്ളിവിടുന്ന തരത്തിലേക്ക് ഈ വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. താങ്ക് യു. കേട്ടെറ്റ് പരീക്ഷ നിർബന്ധമാക്കിയ സർക്കാർ ഉത്തരവ് പിൻവലിച്ചിരിക്കുന്നു. റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട്. എന്താണ് മന്ത്രി പറഞ്ഞത് എന്നുകൂടി നമുക്കൊന്ന് കേൾക്കാം. സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 1/1/2026 കേട്ടെറ്റ് യോഗ്യതയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ആ ഉത്തരവിനെതിരെ അധ്യാപക സംഘടനകളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധവും ആ ഉത്തരവിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയുമുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ
1/1/2026 ഇറക്കിയിട്ടുള്ള ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ള ഉത്തരവ് താൽക്കാലികമായി മരവിപ്പിക്കുകയാണ്. താൽക്കാലികമായി ഉത്തരവ് മരവിപ്പിച്ചിരിക്കുന്നു. സുപ്രീം കോടതിയുടെ വിധിക്കെതിരെ റിവ്യൂ പെറ്റീഷൻ സർക്കാർ കൊടുക്കുമെന്നാണ് പറയുന്നത്. 40,000-ഓളം അധ്യാപകരെ ബാധിക്കുന്ന വിഷയമാണ്. മാത്രമല്ല ഇനി സർവീസിലേക്ക് കയറാൻ നിൽക്കുന്ന 10,000-കണക്കിന് PhD അതേപോലെ നെറ്റ് യോഗ്യതയൊക്കെയുള്ള MPhil യോഗ്യതയൊക്കെയുള്ള വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണ് കേട്ടിട്ട് നിർബന്ധമാക്കിയത്.